ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾക്ക് വിറകടുപ്പിൽ വെച്ചിട്ട് ബീഫ് റെഡിയാക്കി എടുത്താലോ? അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 സവാള, ഒരു 6 പച്ചമുളക്, 2 ബൾബ് വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു വലിയ പീസ് ഇഞ്ചി. ഇത് നന്നായി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ട. നന്നായി പേസ്റ്റ് പോലെ ആക്കണ്ട. അതിന് ശേഷം നമ്മളെ ബീഫ് ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പേസ്റ്റാക്കിയ ഈ വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടീസ്പൂണ് വലിയ ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായി കൈവച്ചിട്ട് തിരുമ്പി കൊടുക്കട്ട. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ബീഫിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം വെക്കില്ലല്ലോ, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കാരണം നമ്മൾ ആ പിന്നെ ചതച്ച് വെച്ച മിക്സിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കലല്ലേ. ഇതിലങ്ങനെയല്ല, നന്നായി മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. എന്നിട്ട് മുകളിൽ ഒരു തക്കാളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തതും കൂടി വെച്ച് കൊടുത്തിട്ട് ബീഫ് മൂടി വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നന്നായി കത്തിച്ചെടുക്കുക. ബീഫ് ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂണും കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂണും ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫ് ഒരു ബ്ലാക്ക് കളറാവുന്നതിന് ഈ പരുവത്തിലുള്ളപ്പോഴാണ് ഇത് ഇടേണ്ടത് കേട്ടോ. ബീഫ് ഒരു ബ്ലാക്ക് കളറാവാൻ ഇത് നല്ലതാണ് കേട്ടോ. ഇതിന് ലാസ്റ്റാണ് അത് ചെയ്യേണ്ടത്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, വീഡിയോ ഓഫായിരുന്നു തോന്നുന്നു. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫിനെ ഇറക്കി വെക്കാം. ഇതുപോലെ ബീഫ് റെഡിയാക്കാത്തവരൊക്കെ റെഡിയാക്കി നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.